എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമായ ഏലപ്പീടികയിലേക്കാണ് ഇന്ന് യാത്ര പോകുന്നത്. വൈകുന്നേരങ്ങളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ 2-3 പ്രധാന സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇത് പൂർണ്ണമായി കാണുക. ഇതിൻ്റെ അടുത്ത എപ്പിസോഡും ഇതിനോടൊപ്പം തന്നെ വരുന്നതായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും 3 മലകളാണ് ഉള്ളത്. ഒന്ന് ഹിറ്റാച്ചി മല, മറ്റൊന്ന് കുരിശുമല, പിന്നെ 1-2 വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിൻറ്റുകളുമാണ് ഉള്ളത്. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ട്രെയിനും അതിനോട് ചേർന്നുള്ള ഒരു ചായക്കടയുമാണ്. ഇവിടുന്ന് കയറി ചെല്ലുന്ന ക്ഷീണത്തിൽ നല്ല കയറ്റമാണ്. ഞാൻ പോയത് കൊട്ടിയൂരിന്ന് കേളകം വഴി വെള്ളൂന്നി വഴിക്കാണ് പോയത്. അപ്പോൾ വളരെ മനോഹരമായ ഇടുങ്ങിയ വഴിയാണ്. 2 സൈഡിലും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. പോകുന്നവർക്ക് എല്ലാവർക്കും വളരെ കൗതുകം തോന്നുന്ന വഴികളാണിത്. കുറേ കയറി ചെല്ലുമ്പോൾ പഴയ വീടുകൾ, ഓടിട്ട വീടുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വഴിക്ക് കുറച്ച് വീതി കുറവാണ്, എന്നാൽ മനോഹര കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 18 കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ഇവിടുന്ന് മൊത്തത്തിൽ. അതിൽ 18 കിലോമീറ്ററിൽ ഏകദേശം 6 കിലോമീറ്ററോളം നല്ല കയറ്റവും വീതി കുറഞ്ഞ റോഡുമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഏലപ്പീടികയുടെ മോൾഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് നമുക്ക് ഫോട്ടോ പോയിന്റുകൾ അവിടെ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഒരു വെൽക്കം ടു ഏലപ്പീടിക, അതുപോലെ ഐ ലവ് ഏലപ്പീടിക, അതുപോലെ നല്ലൊരു ലവ് ചിഹ്നമൊക്കെ, ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ചായക്കടയാണ്. ചായക്കടയിൽ ചെന്നപ്പോൾ ചായക്കടയിൽ ചെന്നു ഒരു ചായ കുടിക്കാമല്ലോ എന്ന് വെച്ച് വണ്ടി നിർത്തിയപ്പോഴാണ് നമ്മുടെ ഒരു ഫാമിലി, കുട്ടികളുള്ളൊരു ഫാമിലി, വിനോദ് ചേട്ടനും കുടുംബവും അവിടെ വന്നത്. അപ്പോൾ അവരെയൊക്കെ കണ്ടു, കൗതുകങ്ങൾ പങ്കുവെച്ചു. ചായയുടെ പൈസ അവർ കൊടുത്തു കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അന്നേരമാണ് അവിടുത്തെ പ്രദേശവാസി തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങൾ അങ്ങോട്ട് പൊക്കോ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ പുറകിലത്തെ ഫോട്ടോ എടുത്തപ്പം നല്ല മഞ്ഞിങ്ങനെ ഇറങ്ങി നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് 1-2 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. ആ ചേട്ടനാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നെ, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമുണ്ട്, വണ്ടി അങ്ങ് മണ്ട വരെ എത്തും, ഹിറ്റാച്ചി മല വരെ എത്തും എന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നത്. ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ചായക്കടയും അതുപോലെ ഹിറ്റാച്ചി മലയുമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം കൂടെ വന്നവരുടെ അവിടെ നിന്ന് കണ്ടപ്പോൾ വിനോദ് ചേട്ടൻ്റെ ഫാമിലിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി, അതൊക്കെ എടുത്തു. ഞങ്ങളും ചായക്കടയുടെ അപ്പുറ സൈഡിലേക്ക് മാറി നിന്ന് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു ചായയെ കുടിച്ച് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഓർമ്മ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രദേശമാണിത്. അപ്പോഴാണ് ബേക്കിൽ നല്ല മഞ്ഞ് ഇറങ്ങി നിൽക്കുന്നത് കണ്ടത്. സൈഡിലും ബാക്ക് വശങ്ങളിലൊക്കെ ആയിട്ട് കണ്ടോ, മലയുടെ താഴ്ഭാഗത്ത് നിറച്ച് മഞ്ഞ്. അപ്പം അവിടെ നിന്ന് ഒരു ചായയെ കുടിച്ച് ഒരു ഫോട്ടോയൊക്കെ ഞങ്ങളങ്ങ് എടുത്തു. ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ, ഇതുപോലെ മഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏലപ്പീടിക. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഹിറ്റാച്ചി മലയിലേക്ക്. അവിടുന്ന് കടയുടെ അവിടുന്ന് ലേശം താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലെഫ്റ്റ് സൈഡ് അംഗൻവാടിയൊക്കെ ആയിട്ട് കയറി പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകും. മേലെ വരെ വണ്ടി എത്തും. ഓഫ് റോഡാണ്, എന്നാലും അത്യാവശ്യം നല്ല കട്ടറുകളും കാര്യങ്ങളും ഉണ്ട്. ഓഫ് റോഡാണ് സംഭവം. അങ്ങനെ കയറി ഞങ്ങൾ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് അവിടെയുള്ള പുല്ലും കാടുകളൊക്കെ മൊത്തം നശിച്ചു പോയതാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം നിറച്ചും പുല്ല്, നല്ല തളിർപ്പായിട്ടുള്ള പുല്ലുകൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. സൂര്യാസ്തമയത്തിൻ്റെ ഏകദേശം സമയമായതുകൊണ്ട് ഫോട്ടോഷൂട്ടിന് നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കവിടെ ലഭിച്ചത്. അപ്പോൾ ആ കാണുന്നതാണ് ഹിറ്റാച്ചി മല. ഹിറ്റാച്ചി അവിടെയുണ്ട്, അതാണ് ഹിറ്റാച്ചി മല എന്നറിയപ്പെടുന്നത്. പാൽത്തു ജാൻവർ എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു പ്രദേശമാണിത്. ഒത്തിരി ആൾക്കാർ ഈ പ്രദേശം കാണാനായിട്ട് വരും. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 1-2 ഫാമിലീസ്, കപ്പിൾസൊക്കെ ഉണ്ട്.
അപ്പം അവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹിറ്റാച്ചി. അപ്പോൾ അതൊന്ന് ഓപ്പറേറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ട് മുത്തതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നമുക്ക് പിന്നെ ഓടുകയല്ലാത്ത വണ്ടിയെ ചാടിക്കയറാൻ നമുക്കെല്ലാം മലയാളികൾക്കുള്ള ഒരു ത്വരയുണ്ടല്ലോ. അപ്പോൾ ആ ത്വരയും കൊണ്ട് ചെന്നു. എന്തായാലും നോക്കിയേക്കാം. വലിയ കയറി അതിൻ്റെ മണ്ടയ്ക്ക്. അതെ, ഉദ്ദേശിച്ച പോലെ കയറാൻ പറ്റുന്നില്ലെങ്കിലും കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയോടൊപ്പം തന്നെ ആ താഴ്പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഉന്തുന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ മണ്ടയ്ക്കെത്തി. ഒത്തിരി മേലോട്ട് കയറിയില്ല, എങ്കിലും ഫോട്ടോ എടുക്കുന്നെന്ന് കണ്ടപ്പം എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു യോയോ അതും തന്നു. ഇതാണ് ആ പ്രദേശം. വളരെ രസകരമാണ് ഈ സംഭവങ്ങൾ അവിടെ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടോ ഒരു ഹിറ്റാച്ചിയെ കയറുന്നത്. ഓടുന്നതല്ലെങ്കിലും ഒരു ഹിറ്റാച്ചിയെ കയറാൻ പറ്റിയല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് താഴോട്ട്. അവിടെ ഒരു വേറൊരു കൗതുകം എന്ന് പറയാൻ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില സ്ഥലങ്ങൾ ടാറിംഗ് റോഡാണ്. ഇപ്പം ഈ ഞങ്ങൾ നടക്കുന്ന സ്ഥലമൊക്കെ ടാറിട്ടിട്ടുണ്ട്. അത് എങ്ങനെ എന്നുള്ളത്, അത് ആരുടെ സ്ഥലമായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയാസൊന്നും നമുക്കില്ല. ഏകദേശം ഇവിടെ നിന്നാൽ കണ്ണൂർ എയർപോർട്ട് വരെ കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം സൂര്യാസ്തമയത്തിൻ്റെ സമയമായതുകൊണ്ട് ആ സൺലൈറ്റ് മൂടി കിടക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ദൂരെ കാഴ്ചകൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ അവിടെ നിന്ന് നല്ല രസം. അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ പോവുക. ഒരു 4 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ചുകൂടി വെയിലൊന്ന് താഴും, കുറച്ചുകൂടി നല്ല രസമായിരിക്കും. ഈ സമയത്ത് നമുക്കവിടെ പോയി കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റിയല്ല, വെയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ. ഞങ്ങൾ 4 മണിക്ക് ശേഷമാണ് പോയത്. പക്ഷേ എന്നാൽ 5 മണി കഴിയണം അവിടുത്തെ ആ ഒരു പീക്ക് ടൈം. അതിനുശേഷം ഞാൻ പറഞ്ഞ കുരിശുമല എന്ന് പറഞ്ഞ മലയാണ് കാണിക്കുന്നത്. അവിടുന്ന് വളരെ ദൂരെയാണ്, കിലോമീറ്ററോളം ഓഫ് റോഡുകളുണ്ട് ആ വഴി അങ്ങോട്ടേക്ക്. കണ്ടോ, അങ്ങ് കാണുന്ന ആ മലയാണ്, ആ കുഞ്ഞു മലയാണ്. അതിൻ്റെ മണ്ടയ്ക്കുള്ള കുരിശാണ് കാണുന്നത്, കുരിശുമല. അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാം. അതൊരു ഓഫ് റോഡാണ്. അത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. വണ്ടി കൊണ്ട് മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഞാൻ വണ്ടി കൊണ്ട് പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഹിറ്റാച്ചി മലയെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഡാലി അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തീയിൽ നശിച്ചു പോയ, കത്തിപ്പോയ മരങ്ങളാണിത്. ഇതൊക്കെ തളർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം അതിൻ്റെ തടി കരിഞ്ഞിട്ടില്ല, ഇല മാത്രമേ കരിഞ്ഞു പോയിട്ടുള്ളൂ. ഇതാണ് ആ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബിൽഡിങ്. ഇപ്പോൾ അതിൻ്റെ കോലം മാറിപ്പോയിട്ട് കഴിഞ്ഞ ദിവസം തീയിൽ കുറേ കത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഹിറ്റാച്ചിയുടെ മണ്ടയ്ക്ക് കയറി 1-2 ഫോട്ടോസൊക്കെ എടുത്തു. നമുക്കും ഇല്ലേ ആഗ്രഹങ്ങൾ. ഇതാണ് ഹിറ്റാച്ചി. ഹിറ്റാച്ചി മല വളരെ അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള ഒരു ഫീലിംഗ്, നമുക്ക് നല്ല തണുത്ത നല്ല അടിപൊളി വായു ശ്വസിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതിനുശേഷം ആ ഒരു ബിൽഡിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ബിൽഡിങ്. ബിൽഡിങ്ങിനുള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ പഴയ ഒരു മൃഗാശുപത്രി അവിടെ സ്ഥിതി ചെയ്തിരുന്ന രീതിയിലുള്ള, പക്ഷെ അതെല്ലാം തീ പിടിച്ച് നശിച്ചു പോയി കേട്ടോ. മുറ്റം മൊത്തം തീ പിടിച്ച് നന്നായിട്ട് നല്ല വൃത്തിയിൽ ഉണ്ടായിരുന്നൊരു ബിൽഡിംഗ് ആയിരുന്നു, കാലപ്പഴക്കം കൊണ്ടും. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശങ്ങളെല്ലാം കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാം. പക്ഷേ അതിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അത്ര ചിന്ത വന്നില്ല. കാരണം വെച്ചാൽ അവിടെയൊക്കെ ഒരേ കപ്പിൾസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരെയെല്ലാം മാറ്റി അതിൻ്റെ മണ്ടയ്ക്ക് കയറുക എന്ന് പറയുമ്പോൾ, വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങോട്ട് മേലോട്ട് കയറിയില്ല.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങളോട് സുഹൃത്ത് പറഞ്ഞത് അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറാൻ കേട്ടോ, നല്ല രസമുണ്ട് കാണാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളന്നേരം പോകുന്നു മടുത്തുകൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ചിന്തിച്ചില്ല. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും നന്നായിട്ട് നിങ്ങളിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടിയിലാണ്. തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോന്നു. ഈ വഴിയെ ഞങ്ങൾ തിരിച്ച് എന്നും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഇതുപോലെയുള്ള വിശേഷങ്ങൾ എല്ലാവരും തുടർച്ചയായിട്ട് കാണുക. ഇതുപോലുള്ള വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങൾക്ക് തരുന്ന ഓരോ സപ്പോർട്ടിനും നിങ്ങൾക്ക് 1000 നന്ദിയും നിങ്ങളുടെ കടപ്പാടും അറിയിക്കുകയാണ്. ഇതുപോലെ ടൂറിസം പ്ലേസുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.